പ്രൈസിന്റെ മൊമെന്റം പ്രൊഡിക്ട് ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ്. ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും മാർക്കറ്റിനകത്ത് വർക്ക്ഔട്ട് ആവത്തില്ല. അവർ എന്ത് ടൈപ്പ് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ? പൈസ ഉണ്ടാക്കാനുള്ള മെന്റാലിറ്റി വരും, ഇല്ലാത്ത ട്രേഡ് സെറ്റപ്സ് നമ്മൾ സ്ക്രീനിനകത്ത് കാണും, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സൂരജിന്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാവല്ലോ, അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്നത്? ആയതിനു ശേഷം ഐ മേക്ക് ഹ്യൂജ് സം ഓഫ് മണി ആ ഒരൊറ്റ ട്രേഡ് ചെയ്ത് മാത്രം. അപ്പോൾ എവറിത്തിങ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ആ സ്റ്റോക്ക് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയേണ്ടതാണ്. ഇത് ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന കാര്യമല്ല, ലോങ് ടേം നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. ഷുവർ, അതെ അതെ, ഇത് ലോങ് ടൈം ആയിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഡേ ട്രേഡിംഗ് നോക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നോക്കുന്നത് ടെക്നിക്കൽസ് ആണ്. ഇപ്പോൾ മാർക്കറ്റിനകത്ത് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിന്റെ സോൾ അല്ല, മാർക്കറ്റിന്റെ ഹാർട്ടാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റിനകത്ത് ഏതൊക്കെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നടക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൈസ് പോയിന്റിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നടക്കുന്നു എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരുപാട് പേര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസിന്റെ മൊമെന്റം പ്രൊഡിക്ട് ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും മാർക്കറ്റിനകത്ത് വർക്ക്ഔട്ട് ആവത്തില്ല. എസ്പെഷ്യലി ഇപ്പോൾ മാക്ഡി, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതൊന്നും മാർക്കറ്റിനകത്ത് വർക്ക്ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് പ്രോഫിറ്റബിൾ ആവത്തില്ല. ലെറ്റ്സ് തിങ്ക് ലൈക്ക് ദിസ്. വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് 5000 കോടിയും 10000 കോടിയും 1 ലക്ഷം കോടിയൊക്കെ അല്ലെങ്കിൽ 1 ലക്ഷം കോടി രൂപയൊക്കെ മാർക്കറ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ പറഞ്ഞ പോലെ ലൈനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നുള്ളത് മാത്രം ഒന്ന് സ്വന്തമായിട്ട് ചിന്തിച്ചാൽ മതി. എന്ത് ടൈപ്പ് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ? അവരെ ബേസിക്കലി നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ന്യൂസസ് തന്നെയാണ്. ഫണ്ടമെന്റൽ ന്യൂസ് ഏറ്റവും ആദ്യം അറിയാൻ പറ്റുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ്. അവർക്ക് ഇൻസൈഡർ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ നമുക്ക് അത് എങ്ങനെ റീറ്റെയിൽ ട്രേഡേഴ്സിന് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു അടിപൊളി ഒരു ടൂൾ ഉണ്ട്. ലൈക്ക് ഓർഡർ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഓർഡർ ഫ്ലോ അനാലിസിസ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഏതൊക്കെ ഏരിയാസിനകത്ത് ഹ്യൂജ് വോളിയത്തിൽ ട്രേഡ് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും. അത് ഓരോ ക്യാൻഡിലിനകത്തും എത്രത്തോളം ബൈ നടക്കുന്നുണ്ട്, എത്രത്തോളം സെല്ല് നടക്കുന്നുണ്ട്, ഇതിൽ ആരാണ് കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ഓർഡർ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്ന ടൂൾ വഴി അറിയാൻ പറ്റും. ശരിക്കും ഇത് ഈസിലി അക്സസിബിൾ ആണ്, ഏതൊരു സാധാരണക്കാരനും ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. പക്ഷേ ഓക്കെ, ഇതുവഴി ശരിക്കും ഓർഡർ ഫ്ലോ അനാലിസിസ് ഓക്കെ, ഈ ഒരു ടൂൾ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റിനകത്ത് പഞ്ചാവുന്ന ഓർഡേഴ്സിനെ അറിയാൻ പറ്റും, ഓർഡേഴ്സിനെ കുറിച്ച് അറിയാൻ പറ്റും, ഏത് പ്രൈസ് പോയിന്റിലാണ് ഈ ഒരു ഓർഡർ പഞ്ചാവുന്നതെന്ന് അറിയാൻ പറ്റും, എത്ര ഓർഡർ പഞ്ചാവുന്നെന്ന് അറിയാൻ പറ്റും, ഇതിൽ ബയ്യറാണോ സെല്ലറാണോ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഇത്രയും പോലെ നമുക്ക് ഒരാൾക്ക് ഇൻട്രാഡേ ട്രേഡിംഗ്. ഞാൻ ഇവിടെ കേട്ടതാണോ വായിച്ചതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. If you want to make money, you should do day trading. If you want to make wealth, you should do long term. ശരിയാണോ? സത്യമാണ്, ശരിയാണ്. കാര്യം ലെറ്റ്സ് സീ, ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്ന ഒരാൾ, ഓക്കെ, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുക ഇൻ ദ സെൻസ് ഇഫ് യു വാണ്ട് മണി കൺസിസ്റ്റന്റ്ലി, അതായത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകാൻ പൈസ വേണം, അങ്ങനെയുള്ളവരാണ് ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നത് നോർമലി, അല്ലേ? അല്ലാതെ വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഇന്ന് ഇട്ട സാധനം നാളെ സെല് ചെയ്യാൻ നിൽക്കത്തില്ല, ഇന്ന് ബൈ ചെയ്ത സാധനം നാളെ സെല് ചെയ്യാൻ നിൽക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ന് ബൈ ചെയ്തിട്ട് ഇന്ന് തന്നെ സെല് ചെയ്യാൻ നിൽക്കില്ല. ലൈക്ക് ഇഫ് യു ആർ പ്ലാന്റിങ് എ ട്രീ, ഓക്കെ, എല്ലാ ദിവസവും ചെന്ന് അതിനെ കുഴിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, സ്റ്റോപ്പ് ലോസും ഈ ഫിസിക്കൽ ഒരു മെന്റാലിറ്റിയും വേണമല്ലോ നമുക്ക് ഒരു ട്രേഡർ എന്നാവണമെന്നുണ്ടെങ്കിൽ. ഈ ഒരു മെന്റാലിറ്റി എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുക? കാരണം ഇത് പൈസ അല്ലേ അറ്റ് ലാസ്റ്റ്, അപ്പം അത് താഴേക്ക് പോകുമ്പോൾ അറ്റാക്ക് കൂടുമല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രെസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക ഒരു ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം? ഓക്കെ, ഇപ്പോൾ പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു വലിയ ലോസ് വരികയാണെന്ന് വെച്ചോ, എൻ്റെ ട്രേഡ് പ്ലാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത അത്രയും മാക്സിമം ലോസ് എനിക്ക് ഒരു ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ലീവ് ദ മാർക്കറ്റ് ഫോർ സം ഡേയ്സ്. ഞാൻ പിന്നെ ഒരു 3-4 ദിവസം ട്രേഡ് ചെയ്യത്തില്ല. കാരണം നമ്മൾ ആ ലോസിംഗ് മെന്റാലിറ്റിയോടെ പിറ്റേ ദിവസം വന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കോളജി നമ്മൾ അഫക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ കാണാത്ത നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ, യെസ്.
അതെ, ലോസ് ആയ പൈസ ഉണ്ടാക്കാനുള്ള മെന്റാലിറ്റി വരും. ഇല്ലാത്ത ട്രേഡ് സെറ്റപ്സ് നമ്മൾ സ്ക്രീനിനകത്ത് കാണും. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പേഴ്സണലി ഞാൻ ചെയ്യുന്നത് എനിക്കൊരു വലിയ ലോസ് വരെയാണ്. ഞാനൊരു 3-4 ദിവസത്തേക്ക് പിന്നെ ട്രേഡ് ചെയ്യും. നമ്മള് മങ്ങിച്ചേരും കണ്ണിന് എല്ലാം പ്രോഫിറ്റബിൾ ആവാനുള്ള ഒരു മെന്റാലിറ്റി ആവും എല്ലാ ട്രേഡും. അതെ അതെ. പിന്നെയുള്ളത് അതായത് ഇപ്പൊ നമുക്കൊരു വലിയ ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണമെന്നുള്ള ഒരു മെന്റാലിറ്റി വരും. ആ മെന്റാലിറ്റി മാത്രം മതി. ട്രേഡേഴ്സിന് പൊതുവെ ഉള്ളത് ഒരു റൂട്ടീനും ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഒരു പ്രോപ്പർ നല്ലൊരു ട്രേഡർ ആവണമെങ്കിൽ എന്തൊക്കെ ടൈപ്പ് റുട്ടീൻസും ഹാബിറ്റ്സും ആണ് വേണ്ടത് ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ചെയ്യുമ്പോൾ? ബ്രോ ആക്ച്വലി ഒരു നല്ല ട്രേഡർ ആവണമെങ്കിൽ മാർക്കറ്റിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആദ്യം അറിയണം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡിസൈഡ് ചെയ്യുന്നത് വേൾഡ് മാർക്കറ്റ്, ഇപ്പോൾ US മാർക്കറ്റിന്റെ ക്ലോസിംഗും അവിടെ വരുന്ന ഡേറ്റാസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അത് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഗിഫ്റ്റ് നിഫ്റ്റി പോലത്തെ ഇൻഡെക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും മാർക്കറ്റ് ഇന്ന് ഏത് ലെവലിലാണ് ഓപ്പൺ ആകാൻ പോകുന്നതെന്നൊക്കെ. ഇപ്പോൾ ലെറ്റ്സ് സീ, നമ്മളൊരു പൊസിഷൻ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാണ്. ഇപ്പൊ ഞാനൊരു ട്രേഡ് എടുത്തു, ആ ട്രേഡ് ഞാൻ നാളത്തേക്ക് ഹോൾഡ് ചെയ്യാണ്. ഓക്കെ, ഹോൾഡ് ചെയ്യുന്ന സമയത്ത് രാവിലെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഗിഫ്റ്റ് നിഫ്റ്റി അത്യാവശ്യം നല്ല ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഉറപ്പിക്കാം നമ്മൾ എടുത്ത പൊസിഷൻ ഉറപ്പായിട്ടും അത് ബൈ പൊസിഷൻ ആണെങ്കിൽ അത് ലോസിലായിരിക്കും. സോ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എങ്ങനെ ഇന്നത്തെ ട്രേഡിംഗ് ഡേ കൊണ്ടുപോകണമെന്ന് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു റൂട്ടീൻ നോക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും മോർണിംഗ് 5 o'clock എഴുന്നേറ്റതിന് ശേഷം മാർക്കറ്റ് 1 hour അനലൈസ് ചെയ്യും. എങ്ങനെയാണ് US മാർക്കറ്റ് ക്ലോസ് ആയത്, വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫണ്ടമെന്റൽ ന്യൂസസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യും. ഓൾമോസ്റ്റ് 6:30 ആവുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തെ ട്രെൻഡ് അറിയാൻ പറ്റും, ഏത് രീതിയിലൊക്കെ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. അതിനനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ ട്രേഡ് സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് പൊസിഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിസ്കി ആവാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ അതിനനുസരിച്ചുള്ള ട്രേഡ് പ്ലാൻ നേരത്തെ ബിൽഡ് ചെയ്യും. എങ്ങനെയാണ് ഈ പൊസിഷൻ ഇൻ കേസ് ലോസിൽ പോവുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ സ്റ്റെപ്സ് വരുത്തണം, അല്ലെങ്കിൽ ഇത് ഇന്ന് തന്നെ വലിയ പരിക്കൊന്നും ഏൽക്കാതെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഞാൻ മുമ്പോട്ട് പോകണമെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു ട്രേഡറാണ്, ഫുൾ ടൈം ട്രേഡറാണ് ഇൻ ദ സെൻസ് രാവിലെ 9 മണി മുതൽ 3 വരെ ഇരിക്കുക എന്നുള്ളതല്ല. അതിന് മുമ്പ് എന്ത് സംഭവിക്കുന്നു, അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ സൂരജിന്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാവല്ലോ, അതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്നത്? ഞാൻ ആക്ച്വലി എൻ്റെ പേഴ്സണൽ ട്രേഡ്സിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്ന 2 ടൂൾസ് ആണ്. അപ്പോൾ അത് ഞാൻ എഗെയിൻ നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയൊക്കെ ബൈ ചെയ്യുന്നു, എവിടെയൊക്കെ സെല്ല് ചെയ്യുന്നു എന്നുള്ള സാധനം എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. സോ അതിനെ ബേസ് ചെയ്താണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ ട്രേഡിംഗ് വ്യൂ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോംസ് ഒക്കെ അല്ല, അതൊക്കെ ജസ്റ്റ് ബേസ്ഡ് ആണെന്നാ പറയുന്നത്. അതിൽ മെയിൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ? ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ ഇഷ്ടം പോലെ വരുന്നത്? ബ്രോ ആക്ച്വലി ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് വേസ്റ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്. ട്രേഡിംഗ് വ്യൂവിനകത്തുള്ള ഡേറ്റാസിന് അതിൻ്റെതായ കൺസ്ട്രെയിൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് വ്യൂവിനകത്ത് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് വരുന്ന ആൾക്കാരെ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്, റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് സെല്ലേഴ്സ് ആണുള്ളത്, ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ബയേഴ്സ് ആണുള്ളത്. ഇതാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്തും പഠിപ്പിച്ചു വിടുന്നത്. ശരിക്കും ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നാൽ അതിനകത്ത് സെല്ലേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റിയും റെഡ് ക്യാൻഡിൽ വന്നിട്ട് അതിനകത്ത് ബയേഴ്സ് ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇതിനെ ഡെൽറ്റ ഡൈവർജൻസ് എന്ന് പറയും നമ്മുടെ ഈ ഒരു ടേമിനകത്ത്. ഓക്കെ, ഇങ്ങനത്തെ ഒരുപാട് അപ്പോ ഇതും കൂടെ ഒക്കെ കമ്പൈൻ ചെയ്ത് ട്രേഡ് ചെയ്യണം. അതെ, ഇപ്പൊ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഓക്കെ, നിങ്ങൾ റെഡ് ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് സെല്ലേഴ്സ് ആണുള്ളത്, ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ബയേഴ്സ് ആണുള്ളത്. ഇതൊന്നും അല്ല മാർക്കറ്റിനകത്ത്. മാർക്കറ്റിന്റെ റിയാലിറ്റി 5 വർഷം കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഒന്നുകൂടെ. ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ലൈക്ക് കേരളത്തിനകത്ത് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കകത്ത് ട്രേഡിംഗ് ചെയ്ത് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കിയ ആൾക്കാർ വളരെ കുറവാണ്. ഇല്ലെന്നല്ല, Porunjuwele, yeah. He's a Keralite. Because he's not a trader, he's an investor. Okay. So, നമ്മൾ പറ ഇൻവെസ്റ്റിംഗ് വേറെ ട്രേഡിംഗ് വേറെ. ഓക്കെ, ഇപ്പോൾ ട്രേഡിംഗിലൂടെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു 100 പേരെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they already prepared with that. ഇപ്പോൾ അവരുടെ ഫാമിലി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നിൽക്കുന്നുണ്ടായിരിക്കും. സോ അവർക്കറിയാം വാട്ട് ഷുഡ് ദേ ഡു,
ഏത് രീതിയിൽ പോയി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആകും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. സോ അവർ അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡ്സ് എടുക്കുന്നത്. ഇപ്പൊ ഇനി സൂരജിന് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് വരുന്ന ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഈ അടുത്ത് വരാൻ ചാൻസസ് ഉള്ള ഇൻഡസ്ട്രീസ് എന്നൊക്കെ ബൂം ചെയ്യാനുള്ള ഇൻഡസ്ട്രീസ് ഇപ്പോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഐ എം ഹൈലി ബുള്ളിഷ് ഓൺ അഗ്രിടെക്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ടെക്. ഈ രണ്ട് സെക്ടറിലും ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കമ്പനീസും അതുപോലെ തന്നെ ഒരുപാട് ഭൂമി ഇനി വരുന്ന ഒരു 5 വർഷത്തിൽ 10 വർഷത്തിൽ വരാനുള്ള അഗ്രിടെക് എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചറും ടെക്നോളജിയും മേർജ് ചെയ്തിട്ട് വരുന്ന ഒരു ഇൻഡസ്ട്രി. ഒബിയസ്ലി ഓക്കെ അഗ്രിടെക് ഇൻഡസ്ട്രീസ്. പിന്നെ ഒബിയസ്ലി സസ്റ്റൈനബിൾ എനർജി ആൻഡ് റിന്യൂവബിൾ എനർജി, അത് ഭയങ്കര തിമാറ്റിക്, അത് അത്യാവശ്യം വലിയൊരു തീമാണ്. അതിപ്പോ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള തീമാണ്. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചസ് പോലുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ എങ്ങനെയാണ് നമ്മളെ എഫക്ട് ചെയ്യുന്നത്. ഇപ്പോ ബ്രോ മലയാളിയാണ്, കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, മനസ്സിലായില്ലേ? സോ ഇതൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്യൂച്ചറിലേക്ക് ബൂമാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുതിയതായിട്ട് വരുന്ന ട്രേഡേഴ്സ് പൊതുവേ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു അപ്രോക്സിമേറ്റ്ലി 55,000 സ്റ്റുഡൻസിന് ട്രേഡിംഗ് പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഏകദേശം എല്ലാ സ്റ്റുഡൻസിനെയും മെയിനായിട്ട് വരുന്ന ഒരു പാറ്റേൺ ഉണ്ടാവില്ല, തെറ്റുകൾ. അതെന്താന്നുള്ളത് ഒന്ന് പറയാൻ പറ്റുമോ? അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. ട്രേഡ് പ്ലാൻ, പ്രോപ്പർ ആയിട്ടുള്ള ട്രേഡ് പ്ലാൻ ഇവർക്ക് ആർക്കും ഉണ്ടാവത്തില്ല. അവർ ട്രേഡ് എടുക്കുന്നു, അവർ ചിലപ്പോൾ എടുക്കുന്ന അനാലിസിസ് കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും, ആ ഡയറക്ഷനിൽ മാർക്കറ്റ് പോയിട്ടും ഉണ്ടാവും. പക്ഷേ അത് അവിടെ എവിടെയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തേണ്ടതെന്ന് അവർക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എവിടെ സെല് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഓപ്ഷൻസിനകത്ത് ട്രേഡ് എടുക്കുന്നു, ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻസിനകത്ത് ട്രേഡ് എടുക്കുന്നു, 100 രൂപയ്ക്കാണ് എൻട്രി എടുത്തത്, അതൊരു 150 എന്നിട്ടും സെല് ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 50 പോയിന്റിന്റെ ബെനിഫിറ്റ് അവിടെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഓക്കെ അവരുടെ ടാർഗറ്റ് കുറച്ച് വലുതാണ്, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോവാ. സോ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാതെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് ബിഗിനേഴ്സ് ഓക്കെ അവരുടെ തെറ്റുമല്ല. ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ വരുന്ന സമയത്ത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണ്, ഏത് രീതിയിലാണ് കൊണ്ടുപോകേണ്ടതെന്ന്. ഇപ്പോൾ നമ്മുടെ T+1 തന്നെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുള്ള പല ആൾക്കാർക്കും ഇന്ത്യ വിക്സ് വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലൈക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ബേസിക്കലി ഇന്ത്യൻ മാർക്കറ്റ് അടുത്ത ഒരു വർഷത്തിനിടയിൽ എത്ര ശതമാനം മുകളിലേക്കും താഴേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇൻഡെക്സ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ത്യ വിക്സ് റെപ്രസെന്റ് ബൈ എ നമ്പർ. ലൈക്ക് ഇന്നത്തെ ഇന്ത്യ വിക്സിന്റെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 13 അപ്പോൾ ആ 13 കൊണ്ട് മീൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു വർഷം കൊണ്ട് നിഫ്റ്റി, അതായത് നമ്മുടെ മേജർ ഇൻഡെക്സ് ആയ നിഫ്റ്റി 13% മുകളിലേക്കോ താഴേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ശരിക്കും ഈ ഒരു ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പോലും പഠിപ്പിക്കാതെ ക്ലാസ് എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇത് വളരെ ബേസിക് ആയിട്ട് അസ് എ ട്രേഡർ ഫ്രം സ്റ്റാർട്ടിൽ വരുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ലൈക്ക് ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി ബ്രോ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളായതുകൊണ്ട് ബ്രോയ്ക്ക് അറിയാം നമുക്ക് വരുന്ന ഹേറ്റ് കമന്റ്സ് എത്രത്തോളം ആണെന്ന്, അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹേറ്റ് കമന്റ് എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും ബ്രോ വാട്ട് ഹാപ്പൻഡ്, എന്താ അങ്ങനെ ഒരു സംഭവം പറയാനുള്ള റീസൺ എന്ന്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് ഭയങ്കര അഫോർഡബിൾ ആണ്. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് വളരെ കുറവാണ്, ആരെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്തു, ഓക്കെ ഞാൻ 43,000 കൊടുത്തിട്ട് ഒരിടത്ത് പഠിച്ചിട്ടുണ്ട്, എനിക്ക് അത് അവിടെ നിന്നൊന്നും കേട്ടില്ല, പിന്നെയാണ് നീ ഈ ചെറിയ എമൗണ്ട് കൊണ്ട് പഠിപ്പിച്ചിട്ട് എന്നെ പ്രോഫിറ്റബിൾ ആക്കാൻ പോകുന്നത്. അപ്പോൾ അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. സോ ഞാൻ പുള്ളിയുടെ DM-നകത്ത് പോയി ചോദിച്ചു, ബ്രോ വാട്ട് ഹാപ്പൻ, നമ്മുടെ ക്ലാസ്സിനകത്ത് ജോയിൻ ചെയ്ത ആളാണോ എന്നുള്ളത്. അപ്പോൾ പുള്ളി ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ പുള്ളി പറയുന്നത് ഹി പേ ലാർജ് സം ഓഫ് എമൗണ്ട്, ഒരു വലിയ എമൗണ്ട് ഒരു പേ ചെയ്തു, ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, പഠിച്ചിട്ട് പുള്ളി എന്നെ ചാലഞ്ച് ചെയ്യണം, ഓക്കെ നീ നിനക്ക് അങ്ങനെയൊക്കെ അറിയാമോ, നിനക്ക് ഇതൊക്കെ അറിയാമോ, ഇതൊക്കെ. അപ്പൊ ഞാൻ പുള്ളി ചോദിക്കുന്നതിനൊക്കെ ഞാൻ മറുപടി എടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞാൻ പുള്ളിയുടെ അടുത്ത് ഞാനിപ്പോ ബ്രോയുടെ അടുത്ത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത ഇന്ത്യ വിക്സ് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അങ്ങോട്ട് ചോദിച്ചു. ബ്രോ ഇന്ത്യ വിക്സ്, വാട്ട് ഇസ് ഇന്ത്യ വിക്സ്? ബ്രോ ഇത്രയും ഫീസൊക്കെ കൊടുത്ത് പഠിച്ചതല്ലേ, എന്താ ഇന്ത്യ വിക്സ് എന്ന് ചോദിച്ചു. അത് പുള്ളിക്കറിയില്ല. ഓക്കെ, അതെന്താണെന്ന് പുള്ളിക്കറിയില്ല. വാട്ട് ഈസ് ഇന്ത്യ വിക്സ് എന്താണെന്ന് അറിയാം, ഓക്കെ വോളറ്റിലിറ്റി ഇൻഡെക്സ്, എല്ലാവരും അത് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. പക്ഷെ ആ ഇന്ത്യ വിക്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഇന്ത്യ വിക്സിന്റെ ആ നമ്പർ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നില്ല.
അപ്പോൾ ഇതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഇന്ത്യ വിക്സ് എന്ന് പറയുന്ന ആ നമ്പർ എന്താണെന്ന് അറിഞ്ഞാൽ തന്നെ ഒരു ദിവസം മാർക്കറ്റ് എത്രത്തോളം മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മാർക്കറ്റ് ഓപ്പൺ ആവുന്ന പ്രഡിക്റ്റ് പറ്റും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മാർക്കറ്റിനകത്ത് എസ്പെഷ്യലി ഓപ്ഷൻസിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾ ഇന്ത്യ വിക്സ് എന്താണെന്നും ഇന്ത്യ വിക്സ് വെച്ച് എങ്ങനെ മാർക്കറ്റിന്റെ മൊമെന്റ് നമുക്ക് അറിയാൻ പറ്റുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. എൻ്റെ ഹെയ്റ്റ് കമന്റിനെ പറഞ്ഞതിനെ കൊണ്ട് ഞാൻ ഇപ്പോൾ പറയാം, പൊതുവെ അങ്ങനെ ഹെയ്റ്റ് കമന്റ് വരികയാണെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എല്ലാത്തിനും രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ. ഇവിടെ ഒരു പോസിറ്റീവ് വരികയാണെങ്കിൽ ഒരു നെഗറ്റീവ് വരും. അപ്പം ഞാൻ അങ്ങനത്തെ വരെ മൈൻഡ് ചെയ്യാറില്ല. അത് അവരുടെ മെന്റാലിറ്റിയാണ്. പക്ഷെ പൊതുവെ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ നെഗറ്റീവ് കമന്റ് വരുന്ന ആൾക്കാരെ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫേക്ക് പ്രൊഫൈലായിരിക്കും. 0 followers 0 comments, 0 പോസ്റ്റ്, ഇതും ഉണ്ടാവില്ല, പ്രൊഫൈൽ പിക്ചറും ഉണ്ടാവില്ല. അവരൊരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രൊഫൈലാണ് എനിക്ക് തോന്നുന്നത്, ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് മാത്രം. എന്തുകൊണ്ട് ഞാൻ ഇത് കൺസേൺ ആയിട്ട് എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് we are trying to teach people about financial independence, stock market and everything. Okay, അപ്പൊ അങ്ങനെ ഒരു ഫീൽഡ് നിൽക്കുന്ന സമയത്ത് ലാർജ്ലി പെനിട്രേറ്റിംഗ് മാർക്കറ്റ്, മണി റിലേറ്റഡ് മാർക്കറ്റ് ആകുമ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വരാൻ, അപ്പോൾ ഒരാള് നെഗറ്റീവായിട്ട് മണി റിലേറ്റഡ് ഇങ്ങനത്തെ പ്രശ്നം വരാൻ വളരെ ചാൻസസ് ഉള്ളത്. ഒരാൾ നെഗറ്റീവായിട്ട് കണക്കിടുന്ന സമയത്ത് നമുക്കറിയില്ല why they are saying that എന്നുള്ള സാധനം എനിക്കറിയില്ല. സോ ഐ ആം ട്രൈങ് ടു ലേൺ എന്താണ് അവരുടെ പ്രശ്നം. സോ ഇപ്പോൾ എൻ്റെ കമന്റ് മാത്രമല്ല, ഇപ്പോൾ ഒരുവിധപ്പെട്ട എൻ്റെ ക്യാമ്പയിൻ വീഡിയോസ് അതുപോലെ തന്നെ ബാക്കി എല്ലാ കമന്റ്സിനകത്തും ഞാൻ പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്. ഇഫ് ദേ ആർ സേയിങ് സംതിങ് നെഗറ്റീവ്. ഇപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് ഒരാൾ പറയുകയാണ്, ഇപ്പോൾ ക്ലാസ് എടുക്കുന്നവരെല്ലാം പൊതുവേ ഒരു വിചാരമുണ്ട് ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ട്രേഡ് ചെയ്യാറില്ല എന്ന്. എൻ്റെ P&L യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺ മൈ ഇൻസ്റ്റാഗ്രാം ഹൈലൈറ്റ്സ്, അതിനകത്ത് എൻ്റെ P&L ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ ഐ ആം ട്രേഡിങ്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, ബ്രോ വൈ ആർ യു സെയിങ് ദാറ്റ്? ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ ഹൈലൈറ്റ്സിനകത്ത് എൻ്റെ P&L ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വൈ ദേ ആർ സെയിങ് ദാറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ആൾക്കാർ ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ട്രേഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വ്യൂ ഉള്ളത്. ശരിക്കും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ക്ലാസ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ഐ ആം നോട്ട് ലൈക്ക് ദാറ്റ്. കാരണം യു ഹാവ് എവറിത്തിങ്. എൻ്റെ പബ്ലിക് പ്രൊഫൈൽ അവിടെ അവൈലബിൾ ആണ്, അതിനകത്ത് എൻ്റെ ട്രേഡ്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളത്തിനകത്ത് എത്ര ട്രേഡേഴ്സിന് ഒരു വിക്കിപീഡിയ പേജ് ഉണ്ടെന്ന് അറിയില്ല. യു ക്യാൻ ചെക്ക് ഔട്ട് മൈ വിക്കിപീഡിയ പേജ്. ഓക്കെ, അപ്പോൾ വിക്കിപീഡിയക്കകത്ത് ഹൗ ഐ ആം ലൈക്ക് ദിസ്, എങ്ങനെയാണ് ഞാൻ ഈ നിലയിൽ എത്തിയത് എന്നുള്ളത് അതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു 8 വർഷമായി എന്ന് പറഞ്ഞല്ലോ ഈ ട്രേഡിംഗ് ഫീൽഡിൽ. 8 വർഷത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും ഓർമ്മയിൽ വരുന്നൊരു ട്രേഡ് ഏതാണ്? ഒരു പെട്ടെന്ന് ചോദിക്കുകയാണ്. പിന്നെ ആ ട്രേഡിൽ നിന്നും പഠിച്ച ഒരു ലെസണും എന്താണ്? അത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ളതാവാം, ലോസിലുള്ള ട്രേഡും ആവാം. ഓക്കെ, അത് ഞാൻ പറയാം. ആക്ച്വലി എനിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ട്രേഡ് എന്ന് പറയുന്നത് അദാനി ഹിഡൻബർഗ് ഇഷ്യൂ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ വരുന്നതിന് ഒരുപാട് മുമ്പ് തന്നെ ഞാൻ അദാനി സ്റ്റോക്കുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദാനി സ്റ്റോക്കുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സെൻസ്, ഈ അദാനി സ്റ്റോക്കുകളുടെ പ്രൈസ് മാത്രം മുകളിലേക്ക് പോകുന്നുണ്ട്, ബട്ട് ദെയർ ഫണ്ടമെന്റൽസ് ആർ നോട്ട് ഇംപ്രൂവിങ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൈസ് മാത്രം ഇംപ്രൂവ് ആവുന്നു, ഫണ്ടമെന്റൽസ് പുറകെ ഇംപ്രൂവ് ആവുന്നില്ല. ഇൻ ദ സെൻസ് ദെയർ ഇസ് എ ബബിൾ ദെയർ. ആ ബബിൾ എന്തെങ്കിലും ഒരു കാലം ബസ്റ്റ് ആയേ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഐ ആം വെയിറ്റിംഗ് ഫോർ ദിസ് ട്രിഗർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ അദാനി സ്റ്റോക്കുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഓക്കെ, ഒരു സർട്ടൺ പോയിന്റ് എത്തിയ സമയത്ത് ഈ ഹിഡൻബർഗ് ഇഷ്യൂ വരുന്നു. ഹിഡൻബർഗ് ഇഷ്യൂ വരുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ ഫസ്റ്റ് ഇനിഷ്യലി ഈ അദാനി എന്റർപ്രൈസസ് ആണ് ഞാൻ ഫസ്റ്റ് ഷോർട്ട് ചെയ്യുന്നത്. അദാനി എന്റർപ്രൈസസ് ഷോർട്ട് ചെയ്തിട്ട് വിത്തിൻ 3 or 4 ഡേയ്സിനുള്ളിൽ ഈ അദാനി എന്റർപ്രൈസസിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് 60% ഫോളായി. ഓക്കെ, 60% ഫോളായി. അപ്പൊ 60% ഫോൾ ആയതിനു ശേഷം ഐ മേക്ക് ഹ്യൂജ് സം ഓഫ് മണി ആ ഒരൊറ്റ ട്രേഡ് ചെയ്ത് മാത്രം. ഓക്കെ, സോ ഇറ്റ്സ് എ മെമ്മറബിൾ ട്രേഡ്. അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഗോട്ട് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഈ സ്റ്റോക്ക് എന്തെങ്കിലും ഒരു ദിവസം വീഴുമെന്ന് ഞാൻ ഓൾമോസ്റ്റ് 6-7 മാസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇറ്റ്സ് ഗോയിങ് ടു ഫോൾ ടുഡേ. പക്ഷേ അറിയാലോ, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ശരിക്കും നല്ല അവയർനെസ് ഉള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ട്രെൻഡിന് പിറകെ ഓടി പണി വാങ്ങുന്ന ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് പണി കിട്ടിയ ഒരു സ്റ്റോക്കാണ് അദാനി എന്റർപ്രൈസസ് അല്ലെങ്കിൽ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെത്. ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു കമ്പനി പ്രൈസ് ഇംപ്രൂവ് ആവുന്നതനുസരിച്ച് അതിന്റെ ഫണ്ടമെന്റൽസ് ക്യാച്ചപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ
യു ഹാവ് ടു ബി കംപ്ലീറ്റ്ലി അവെയർ അത് ആ ഇഷ്യൂ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരോ? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ വ്യൂവേഴ്സിന് ഓർമ്മ ഉണ്ടാക്കിയോളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി ആ ഒരു ഇഷ്യൂ പറയുന്നതിന് മുമ്പായിട്ട് ഹിഡൻബർഗിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഹിഡൻബർഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് കരിയറിന്റെ ഏർലി സ്റ്റേജസിൽ എന്തൊക്കെയാണ് പഠിച്ചത്? വാട്ട് ഹാപ്പൻ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഈ ഗെയിം സ്റ്റോപ്പിന്റെ സ്റ്റോക്ക് വാങ്ങാൻ തുടങ്ങി. മാർക്കറ്റ് ഒന്നുകൂടി പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് ബുക്സുകൾ ഉണ്ടാവില്ല, അത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഏതൊക്കെയാണുള്ളത്?